ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങൾക്കും സുഖമാണ്, സേഫാണ്. രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത്. 2-3 വാഴ കുലച്ചിട്ടുണ്ട്. അതേപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സീസൺ അതാണല്ലോ. 2 തരം തെച്ചിണ്ട് കേട്ടോ വീട്ടിൽ. ഒരു റോസ് കളറും ഒരു ചുവപ്പ് കളറും. കോമൺ ആയിട്ട് ചുവപ്പ് കളറല്ലേ ഉണ്ടാവാറ്. അതേപോലെ ഇപ്പം നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ട് മതിലിൻ്റെ അരിക്കിൽ കുറച്ച് കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. അതേപോലെ 3 വാഴയാണ് കുലച്ച് നിൽക്കണത്. അത് അടുത്ത വട്ടം വരുമ്പോൾ പഴുക്കാറായിരിക്കും. എന്തായാലും പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഏതാ ബ്രീഡൊന്നും എനിക്കറിയില്ല കേട്ടോ. അതേപോലെ ഇപ്പോഴത്തെ സീസണിൽ വളരെ നന്നായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചക്കപ്പഴം, മീനാമ്പഴം എന്നൊക്കെ പറയുന്നത്. അതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടരിക്കിലൊരു കിളിക്കൂട് ഞാൻ കണ്ടെത്തി. ഇതിൽ കിളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ആയി നിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. രാവിലെ നീറ്റുകൊണ്ട് തന്നെ ഉമ്മ ഒരു ഗ്ലാസ് ഹോർലിക്സും 2 കഷ്ണം പഴം പുഴുങ്ങി തന്നു. സേഫി അപ്പുറത്തിരുന്ന് തിന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ലുവാൻ എംറിക്കിൻ്റെ മുടി കളച്ചിലാണ്. 15ാമത്തെ ദിവസമാണ് ഈ ഭാഗത്ത് കളയുക. പെൺകുട്ടികൾക്ക് അത്ര 15ാമത്തെ ദിവസം കളയുക, ആൺകുട്ടികൾക്ക് 14ാമത്തെ ദിവസമാണ്. 14ാമത്തെ ദിവസം വരുന്ന ചൊവ്വാഴ്ച ആയതുകൊണ്ട് അത് 13ാമത്തെ ദിവസം തിങ്കളാഴ്ചയാക്കി മാറ്റി. അപ്പോൾ ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള പരിപാടിക്ക് നമ്മൾ കൂടണമല്ലോ. നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ വിട്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ. താത്താരും കുട്ടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ തന്നെ ഉള്ളൂ അവളുടെ സിസ്റ്ററായിട്ട്. അതേപോലെ ഉമ്മ, അപ്പമ്മ, മൂത്തമ്മ, വേറെ പുറമെന്ന് ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവമാണ് വട്ടുപത്തിരി എന്ന് പറയുന്നത്. ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരെണ്ണം ഞാൻ അടുത്ത് തിന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇപ്പമ്മക്കുട്ടി പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മൂത്തമ്മ കുട്ടിയുടെ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തിരുമ്പിയിരുന്നു. അതുകൊണ്ട് മൂത്തമ്മാൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പത്തിരിക്ക് തേങ്ങ അരച്ച ചിക്കൻ കറി, ബീഫ് അതായിരുന്നു ഉണ്ടായിരുന്നത്. ബീഫ് കുറച്ച് കറിയാക്കി കുറച്ച് റോസ്റ്റും ചെയ്ത്. എനിക്ക് റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ നീറ്റ് തന്നെ 8 മണിയായി. കാരണം എന്നും 5 മണിക്ക് നീക്കണതാണല്ലോ. അപ്പോൾ വീട്ടിൽ വരുമ്പോഴല്ലേ കുറച്ചധികം നേരം ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പത്തിരിയൊക്കെ ചൂടാനൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ലുവാൻ എംറിക്ക് നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ഈ ഫുൾ നെയിം എടുത്ത് വിളിക്കുമ്പോൾ എനിക്ക് ചടപ്പ് തോന്നുന്നുണ്ടാവില്ലേ. അപ്പം ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങൾ വിളിക്കാൻ പോണ പേര് ലൂയി എന്നാണ് കേട്ടോ. ഓന് നല്ല ഉറക്കത്തിലിരുന്ന്. നല്ല തണുപ്പായതുകൊണ്ട് കാലുമയും കൈമൊക്കെ ഷോക്സ് ഇട്ടിട്ടാണ് ചെക്കൻ കിടക്കുന്നത്. എടാ ഈ പമ്പരം എന്ന് പറയണതേ ഓടുമ്പോൾ തിരിയും. ഇത് ആരാ എന്നോട് പറഞ്ഞു ഓടുമ്പോൾ തിരിയൂലാന്ന്? ആ ഇപ്പം അങ്ങനൊന്നും പറയില്ല. ജൊക്കെ ഇപ്പമാണ് മേൽക്കാട്ടോട്ടാ. ഈ ഓടണം, അപ്പൊ അത് തിരിയും. മേമോടി കാണിച്ചു തരണോ? അതാ എടാ ഇത് ഓടുമ്പോ തിരിയും, അല്ലാതെ വെറുതെ നിൽക്കുമ്പോ തിരിയൂല. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കല്ല വേണ്ടത്. പമ്പരം എന്ന് പറയുമ്പോ എന്താട്ടോ എന്നാ കാണിച്ചതാ. അങ്ങനെ ഞാനും റൗണ്ടാണ്ട് ഓടിക്കൊടുത്ത്. എന്നിട്ടാണ് പമ്പരം കണ്ട് കറക്കി കൊടുത്ത്. 90 കിഡ്സിനോടോ അവൻ്റെ കളി. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ അർജുനായിട്ട് കളിക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ചെക്കൻ നീറ്റ് കിടന്ന് കളിക്കുക. എന്താണ് ചെക്കൻ ഇടയ്ക്ക് കരയണ്? കുട്ടികളല്ലേ, നമുക്കത് കരയൊക്കെണ്ട, കൂടുതൽ കരയിപ്പിക്കേണ്ട വിചാരിച്ച് ദൂരെ നിന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ മുസലിക്ക വന്നു. മുസലിക്കയാണ് ഏറെക്കുറെ ഈ ഭാഗത്തൊക്കെ മുടി കളയണത്. പിന്നെ മുസലിക്കാൻ്റെ ഫാമിലിയുള്ള ഒരുവിധം എല്ലാവരും ഈ ഒരു ജോബ് തന്നെയാണ്. മാത്രമല്ല ഒരു 11 മണിയാകുമ്പോഴാണ് മുസലിക്ക വന്നത്. അപ്പോൾ തന്നെ കുറ്റിപ്പുറത്തുള്ള ആൾക്കാരും എത്തി. ഷമീറിൻ്റെ വീട് കുറ്റിപ്പുറമാണല്ലോ. ഷമീർ നാട്ടിലില്ലല്ലോ. ഓൻ്റെ ഇമ്മയും ഇപ്പയും പിന്നെ പെങ്ങളും ഇക്കാക്കൻ്റെ ഭാര്യയും കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെങ്ങൾ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്കൻ്റെ ഭാര്യ ഇപ്പോൾ 7-ാം തീയതിയാണ് ഗൾഫിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല ആ ബാബിയുടെ അനിയത്തിയുടെ കല്യാണം കൂടിയാണ്. അതിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ മുടി കളച്ചിലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഞാൻ വീഡിയോ നല്ല സ്പീഡിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്പീഡായിട്ട് വീഡിയോയിൽ തോന്നുന്നത്. ഇത്ര സ്പീഡിലാണ് കുട്ടിയുടെ മുടി കളയണമെന്ന് പറയേണ്ട ഞാൻ വീഡിയോ കണ്ടിട്ട്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ്. കാരണം നിങ്ങളെ ലാഗ് അടിപ്പിക്കരുതല്ലോ.
നമ്മുടെ സംസ്ഥാനം കേരളമാണെങ്കിലും ഈ കേരളത്തിലുള്ള 14 ജില്ലകളുണ്ടല്ലോ, ഈ 14 ജില്ലകളിലും പല ടൈപ്പ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലകളൊക്കെയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ കുട്ടിയുടെ മുടി കളയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് 7, 15, 28 അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് പലരും പറയാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്. ഇനി കോമൺ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കും ഒരു ധാരണ കിട്ടുമല്ലോ. ഇപ്പമ്മാൻ്റെ ഒരു കാര്യം നോക്കിയേ, ഇപ്പമ്മാൻ്റെ പേരക്കുട്ടികളിൽ 7ാമത്തെ കുട്ടിയാണത്. നമ്മളത് നോട്ട് ചെയ്യണം. അതൊക്കെ ഒരു രസമല്ലേ? അങ്ങനെ മുസലിക്ക ആ ദൗത്യം നിർവഹിച്ചു. കുട്ടിയുടെ മുടി ഫുൾ കളഞ്ഞു. അങ്ങനെ കുട്ടി നല്ല മുടുക്കനായിക്കുമ്പോൾ കുട്ടീനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊട്ടടിക്കൽ കഴിഞ്ഞാലേ കുട്ടിയുടെ മദറിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അത്രേ. ആചാരമാണോ ചടങ്ങാണോ എന്താവും എനിക്കറിയില്ല. ചെയ്ത് കൊടുക്കണം നല്ലതിനായിരിക്കും, അതുകൊണ്ടാവും അങ്ങനെ. അപ്പം അത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം അതേ നേരെയായിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഷമീറിൻ്റെ ഉമ്മ സൂറമ്മാൻ്റെ ഹാപ്പി ബർത്ത്ഡേയും കൂടിയാണ്. ഉമ്മാനെ ഞങ്ങളൊക്കെ വിഷ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും താത്താരും കുട്ടികളും എവിടെയെന്ന് ചോദിക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളും മദ്രസയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരു ദിവസത്തിനായിട്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് വെക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ഒത്തുകൂടാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പരിപാടിക്ക് കൂടാൻ പറ്റാത്തവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കുറച്ച് നേരത്തെ വർത്തമാനത്തിനൊക്കെ ശേഷം അവർ പോവാൻ തീരുമാനിച്ചു. കാരണം ഉമ്മാക്ക് പോണ വഴിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തോ ഡ്രസ്സ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് പോയതിന് ശേഷം വേറെ എന്തൊക്കെയോ ചില പരിപാടികളുണ്ടെന്ന് ഉപ്പയും പറഞ്ഞു. അപ്പോൾ ബാബി കണ്ണ് പൊത്തി നിൽക്കാൻ എന്നെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാനതിലെടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മൊട്ടടിച്ചതിന് ശേഷം കുട്ടിയുടെ പിക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് അർജു പറഞ്ഞ് ഞാനും എവിടേക്ക് എടുക്കുന്നുണ്ട്, എൻ്റെ എടുക്കണം എന്ന്. അപ്പോൾ ഓൻ്റെ ആഗ്രഹം ഞങ്ങളോട് സാധിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ ബൈ.